പിഴവിനെതിരെ ജാഗ്രത പുലർത്താൻ മുജാഹിദുകളോടാണ് എനിക്ക് ഒന്നാമതായി ആഹ്വാനം ചെയ്യാൻ. നിങ്ങൾക്ക് കേട്ടോ, ഇജ്തിഹാദ് ചെയ്ത് ഈ സമുദായം എവിടെ ചെയ്യും? നിങ്ങൾ കണ്ടോ പ്രബോധനത്തിന്റെ ഈ 2 ആഴ്ചയിലുള്ള വീക്കിലി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. യൂസുൽ ഖർലാവിയുടെ ഒരു ഫത്വയാണ്. അതാ ഫത്വയുടെ തലക്കെട്ടെന്നറിയോ? ഫത്വയിലും വേണം കാലോചിതമായ മാറ്റം എന്നാണ് അതിന്റെ തലക്കെട്ട്. ഫത്വയിലും വേണം കാലോചിതമായ മാറ്റം. എന്നിട്ട് അദ്ദേഹം പറയണതറിയോ? ക്രിസ്തുമസിൽ പങ്കെടുക്കാം, യാതൊരു കുഴപ്പവുമില്ല അങ്ങനത്തെ. എന്നിട്ട് എത്രത്തോളം എന്ന് പറയുന്നു അറിയോ യൂസുൽ ഖർലാവി? ക്രിസ്തുമസ് അതുപോലെ ബഹുദൈവത്വം നിറഞ്ഞു നിൽക്കുന്ന പൂർവകാലത്തെ വിശ്വാസങ്ങൾ അത് തെറ്റാണ് എന്ന് പൂർവകാല ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഗ്രന്ഥം വായിച്ച് കാലം കഴിക്കാനല്ല, ആ ഗ്രന്ഥം തള്ളിക്കളയണമെന്ന് അദ്ദേഹം പറയും. ആര്? ലോകമറിയപ്പെട്ട യൂസുൽ ഖർലാവി പറയാ, പ്രാചീന അതായത് ആദ്യ കാലഘട്ടത്തിലെ പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞ് പുതിയ കാലത്തിനൊത്ത് വ്യാഖ്യാനിക്കണം. എന്നിട്ട് അതിന് അദ്ദേഹം ഖുർആനിൽ ഒരു ആയത്ത് തെളിവ് പിടിച്ചു എന്നുള്ളത് വല്ലാത്തൊരു സങ്കടം തന്നെ. യൂസുൽ ഖർലാവിയാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ വിവരക്കേടാ. എന്താ പറയണെന്നറിയോ? അദ്ദേഹം പറയാണ്, ക്രിസ്ത്യാനികൾ നമ്മുടെ ഈദ് സോഷ്യലിൽ പങ്കെടുക്കുന്നു, നമ്മുടെ പെരുന്നാളിന് പങ്കെടുക്കുന്നു എങ്കിൽ നമ്മൾ അങ്ങോട്ടും പങ്കെടുക്കണം. അതിനെന്താ തെളിവ്? ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അത്രയോ അതിൽ കൂടുതലോ നിങ്ങൾ മടക്കി കൊടുക്കണം എന്നുള്ള ഖുർആനിലെ ആയത്ത്. ഒരു മഹാപണ്ഡിതന്റെ ഇജ്തിഹാദിന്റെ പരിണിതി നോക്കണം നിങ്ങളെ. അസ്സലാമു അലൈക്കും ഒരു മുസ്ലിം പറഞ്ഞ നിങ്ങൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറയണമെന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ വചനം എന്താ? ക്രിസ്ത്യാനികൾ ഇങ്ങോട്ട് വന്നാല് നിങ്ങൾ അങ്ങോട്ട് ഡബിൾ ഓക്കെ ആയിട്ട് പിന്നെ അവർക്ക് എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ കൂടി കൊടുത്തോളി. എന്ത് ഫത്വയാ ഇത്? ഇജ്തിഹാദ് ഈ ആയത്തിന് ഈ ഇജ്തിഹാദിന്റെ ഗുണുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ആയത്ത് പ്രകാരം എന്താ? അവരക്കോ ഇപ്പൊ കള്ളു വിളമ്പിയാ നിങ്ങൾ 2 പിഞ്ഞാണം കള്ളു വിളമ്പി കൊടുത്തോളി അല്ലെ? അതല്ലേ പറഞ്ഞത്? ഏത് ശിർക്കും ഏത് ഹറാമും അവരിങ്ങോട്ട് തന്നാ അങ്ങോട്ടും കൊടുത്തോളി. അവര് നിങ്ങളെ പെരുന്നാളിന് ഒരു കുപ്പി കള്ള് തന്നാ തീർച്ചയായിട്ടും അല്ല ഇയാളെ വാദമാണ്, യൂസുൽ ഖർലാവിന്റെ വാദം. എന്നാ അങ്ങോട്ട് 2 റമ്മ് നിറയെ കള്ളു കൊടുക്കണം. എന്തൊരു പരിണിതിയാണ്. മടവൂരികൾക്കുണ്ടൊരു ജിഹാദ് വയനാട് സമ്മേളനത്തിന്റെ ഭാഗമായി. അതെന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസം അല്ലെ അങ്ങേ മദീനത്ത് എന്നും മദീനത്ത് എന്നപ്പോ അവിടെ ജൂതന്മാര് നോമ്പ് നോൽക്കുന്നു. ജൂതന്മാര് നോമ്പ് നോറ്റപ്പോ റസൂൽ ചോദിച്ചു, എന്താ ഇത്? അവതരണ എന്റെ കൈവശമുണ്ട്, എന്താ ഇത് എന്ന്. അപ്പൊ പറഞ്ഞു, മൂസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിറൗനിനെ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണ്. അതിന്റെ സന്തോഷമായിട്ട് നോമ്പാണ്. അങ്ങനെയുള്ള സ്മരണയാണിത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ. എന്ത് പറഞ്ഞത്രേ? ഇജ്തിഹാദ് കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. മുജാഹിദ് സ്റ്റേറ്റ് കോൺഫറൻസ് വയനാട് കേട്ടോ, അവരുടെ ലഘുലേഖയാണ് അവിടെ ഇറക്കിയിട്ടുള്ള, അവിടെ വിതരണം ചെയ്യുന്ന. അങ്ങനെയെങ്കിൽ യഹൂദരെക്കാൾ കൂടുതൽ ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും അർഹൻ നമ്മളാണെന്ന് പ്രഖ്യാപിച്ച് നബി ആ നോമ്പിന് അംഗീകാരം നൽകി. മാത്രവുമല്ല അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 നോൽക്കുമെന്ന് നബി പ്രസ്താവിക്കുകയും ചെയ്തു. എന്നിട്ട് ഇവരുടെ വലിയ വലിയ മുഹദ്ദിസീങ്ങളുടെ പിന്നെ ഇജ്തിഹാദാണ്. എന്നിട്ട് പറയാണ്, ജൂതന്മാരുടെ സമ്പ്രദായം എന്ന നിലക്ക് ആ നോമ്പ് തിരസ്കരിക്കുകയല്ല നബി ചെയ്തത് കേട്ടോ. സത്യത്തിൽ ജൂതന്മാരുടെ സമ്പ്രദായം എന്നുള്ള നിലക്കാണോ റസൂല് നോമ്പോറ്റ്? അല്ല. മൂസാ നബിയെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി ആദ്യം നോമ്പോറ്റ്. മൂസാ നബി ആരാ? ജൂതന? മൂസാ നബി മുസ്ലിം അല്ലേ? അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബാലപാടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? മൂസാ നബി 1-ാം തരം മുസ്ലിമാ. മൂസാ നബി ആ സുന്നത്ത് അനുഷ്ഠിച്ചു, അതുകൊണ്ട് അവരോട് ഏറ്റവും അർഹൻ ഞാനാ. അല്ലാതെ ജൂതായുസത്തോടെ ഏറ്റവും അടുത്ത ഞാനാണ്, ജൂതന്മാരെക്കാളും ജൂതായുസം പുലർത്തേണ്ടത് ഞാനാണെന്ന് റസൂല് പറയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ളവർ കുറഞ്ഞു വരുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇഖ്ലാസ് ഉള്ളവരും ഈമാനുള്ളവരും കുറഞ്ഞു പോകുന്നു എന്ന് ഞാൻ അതിനെപ്പറ്റി പറയാൻ. എന്നിട്ട് അടുത്ത ഇജ്തിഹാദും കൂടെ കേട്ടോളി നിങ്ങള്. ഇനി കേട്ടോളി, നബി അത് തള്ളിക്കളയുകയല്ല ചെയ്തത്. ഇന്ത്യയിൽ അടുത്ത ഇജ്തിഹാദിന്റെ കോലം കേൾക്കണങ്ങള്. ഇന്ത്യയിൽ ഒന്നിച്ചു ജീവിക്കുന്ന സമുദായങ്ങൾ എന്ന നിലക്ക് ഹിന്ദുക്കളുടെ പരമ്പരാഗതമായ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും സന്തോഷം പങ്കുവെക്കുന്നതിനും ആശംസകൾ നേരുന്നതിനും മുസ്ലിങ്ങൾക്ക് വിരോധമില്ല. എങ്ങനെയുണ്ട് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടതറിയോ? ക്ഷേത്രത്തില് ഉത്സവവും തെയ്യവും നടക്കുമ്പോ നിങ്ങളെക്കാളും ഇത് ഡബിൾ ഇരട്ടി നടത്താൻ ഞങ്ങളാണ് മടപൂരികള്. എങ്ങനെയുണ്ട്? ഈ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടുത്തെ കേരള നദുവത്തുൽ മുജാഹിദീൻ അല്ലാത്ത മുഴുവൻ മുസ്ലിം സമൂഹവും പിഴച്ച പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ് യാത്ര.
കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഏറ്റവും ഇത് തോന്നിയെന്നറിയോ, ഇഖ്വാനികളായിട്ട് എന്തൊരു സമാനത ഒരേ സമയത്ത്. ഒരു ഭാഗത്ത് കർദാവിയുടെ ഫത്വ ഏതിനെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച്, മറുഭാഗത്ത് മടവൂരികളുടെ ഫത്വ ഹൈന്ദവരെ കുറിച്ച്. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരേ ചാനലിൽ പോകുന്നു എന്നൊന്നും നിലയല്ലേ ഞങ്ങൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പച്ചക്ക് നിങ്ങൾ വായിക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് അടുത്തൊരു അടിക്കുറിപ്പെന്തരോ, അതിൽ വിശ്വാസങ്ങളും ആചാരങ്ങളും വല്ല തകരാറിന്റെ അതിൽ കൂടണ്ടാൽ അതിൽ തകരാറല്ലാത്ത വല്ലതുണ്ടോ? നേർക്ക് നേരെ പറയാ, ഉത്സവത്തിൽ കൊള്ളാവുന്നത് എന്താണ്? ഹൈന്ദവ സമൂഹം ആചരിക്കുന്ന ഉത്സവത്തിൽ ഒരു മുസൽമാന് കൊള്ളാവുന്നത് എന്താ ഉള്ളത്? അവർക്ക് അവരുടെ ആചാരം ഇട്ടിക്ക് എന്തെങ്കിലും അതിന് സ്വാതന്ത്ര്യമുണ്ട്, അതിനാരും എതിർക്കണില്ല. പക്ഷെ മുസ്ലിമിന് അതിൽ കൊള്ളാൻ പറ്റുന്നത് എന്തുണ്ട്? അതിന് ഈ ഹദീസ് തെളിവാക്കാമോ? ഈ ഇജ്തിഹാദ് ശരിയാണോ? എന്തുകൊണ്ട് പേഴ്ചു പോകുന്നു എന്നറിയോ? ഇവർക്കൊക്കെ ഒരു അപഹർഷതാബോധം. എന്താ? അതായത് ഇരിക്കി എന്ന് പറയുമ്പോഴേക്ക് കിടന്ന് നിരങ്ങുന്ന വിധേയത്വം. ഇവർക്ക് തോന്നുന്നറിയോ, കാലത്തിനു യൂസുൽ ഖർദാവി ശക്തമായി പറയുന്നറിയോ, പൂർവ്വകാല പ്രമാണങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാണ് പച്ചക്ക്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ എഴുതി വെച്ച ആധികാരികമായ തെളിവുകളെ നിഷ്കരുണം കശക്കി എറിഞ്ഞുകൊണ്ട് യൂസുൽ ഖർദാവിയുടെ പ്രബോധനത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്താണെന്നറിയോ, ഇതൊക്കെ വായിക്കുന്ന പുതിയ തലമുറ ഇനിയൊരു ഉത്സവത്തിൽ തെയ്യം കെട്ടിയാലും, അതാണല്ലോ കാസർഗോഡ് സൗഹാർദ്ദത്തിന്റെ ഭാഗമായി മുസ്ലിം തെയ്യം. എങ്ങനെയുണ്ട് മുസ്ലിം തെയ്യം? ജമാഅത്തെ ഇസ്ലാമി മടവൂരികൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാരണം എന്തറിയോ, അവരെ കുറിച്ച് പൊതുജനങ്ങളുടെ ധാരണ അത്യാവശ്യം ഇസ്ലാമൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പാപം പിടിച്ചവർ ധരിക്കണ്ടല്ലോ. അറിയാവുന്നവർക്ക് അറിയാം എവിടെ എത്തിയിട്ടുണ്ട്, ഇപ്പൊ എവിടെ എത്തി, ഇനി നാളെ എവിടെ എത്തുമെന്ന് നമുക്കൊക്കെ അറിയാം. അത് പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷെ പാവങ്ങൾ അറിയില്ല. ആ പാവങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു 4-5 കൊല്ലോടെ കഴിഞ്ഞാൽ എന്ത് തന്നെ ഉത്സവം നടത്തിയാലും എന്തൊക്കെ ആയാലും അതൊക്കെ ദീനെന്നെ, അതൊക്കെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഈ ജാതി ലഘുലേഖയുടെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കും. ഇതാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട്